പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന് മുമ്പിൽ യെശയ്യാവെടുത്ത ഒരു തീരുമാനം. ദൈവശബ്ദത്തിന് മുമ്പാകെ താൻ ദൈവവേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് വേണ്ടി അയക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി പോകുവാൻ താൻ ഒരു തീരുമാനം എടുത്തു. പ്രിയരെ, ജീവിതത്തിൽ ദൈവം നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള ഒരു അധികാരം തന്നിട്ടുണ്ട്. നന്മയും തിന്മയും നമുക്ക് ഏതും തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും വെക്കുന്നു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പ്രിയരെ, നമ്മുടെ വായ്ക്ക് സമീപമായി ദൈവത്തിൻ്റെ വചനം തന്നു. നാം കയ്യെത്തുന്ന ദൂരത്ത് ദൈവിക നന്മകളെ നമുക്ക് വേണ്ടി തന്നു. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തു കൊള്ളാം. ഹല്ലേലൂയ. യെശയ്യാവെടുത്ത തീരുമാനം ഏറ്റവും ശ്രേഷ്ഠകരമായ തീരുമാനമായിരുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, നമ്മുടെ തീരുമാനം എന്താ? നമ്മുടെ തീരുമാനം എങ്ങോട്ട് പോകുവാനാ? ഏത് ചുവട് വെക്കാനാ? ഏത് വാക്കു പറയാനാ? ഏത് സ്ഥലത്ത് താമസിക്കാനാ? ഈ തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഭാവിയെയും മാറ്റിമറിക്കുന്നതത്രേ. യെശയ്യാവ് പറഞ്ഞു, അടിയനെ അയക്കണമേ. ഉടനെ തന്നെ ദൈവം തൻ്റെ യാഗപീഠത്തിലെ ഒരു കനൽ കഷ്ണം എടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ടു. അവൻ്റെ അകൃത്യത്തെ മാറ്റി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ അവനെ വേർതിരിച്ചു. പ്രിയരെ, ഹല്ലേലൂയ, അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനെന്ന് പറഞ്ഞ് താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തൻ്റെ നാവേൽ ഹല്ലേലൂയ ദൈവിക അഗ്നിയെ പകർന്നു, ദൈവിക അഭിഷേകത്തെ പകർന്നു. എന്നിട്ട് ഹല്ലേലൂയ തനിക്ക് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ വേർതിരിച്ചു. കർത്താവിൻ്റെ ചോദ്യമാണ്, ആർ നമുക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കണം? ആരെ എനിക്ക് വേണ്ടി പോകും? ഇന്ന് രാവിലെയും കർത്താവ് നമ്മളോട് ചോദിക്കുന്ന തീരുമാനത്തിന്, ആ ചോദ്യത്തിന് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് റൂത്തിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം. റൂത്തിന് ഒരു തീരുമാനം മുമ്പിലുണ്ടായിരുന്നു. ഒന്നുകിൽ തൻ്റെ അമ്മായിയമ്മയായ അല്ലെങ്കിൽ നവോമിയോട് കൂടെ ജെറുസലേമിലേക്ക്, അപ്പത്തിൻ്റെ നഗരത്തിലേക്ക് ഹല്ലേലൂയ പോകുക, അല്ലെങ്കിൽ തൻ്റെ ഹല്ലേലൂയ സഹോദരിയായ ഓർപ്പ ചെയ്തതുപോലെ മടങ്ങി സ്വദേശത്തേക്ക്, തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. പ്രിയരെ, ദൈവം നമ്മളോട് ചോദിക്കുന്നു ഒരു തീരുമാനം. അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഞാൻ ഉറച്ചു, ഞാൻ പിന്മാറുകയില്ല എന്ന് പാട്ടുകാർ പാടിയതുപോലെ നമുക്കും പാടാൻ സാധിക്കണം. ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവിൻ്റെ പിന്നാലെ പോകുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. 73-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പറയുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. പ്രിയരെ, നമ്മുടെ തീരുമാനം എന്താ? നാം ദൈവത്തോട് ചേർന്നിരിക്കുമോ? ദൈവത്തോട് അടുത്തിരിക്കുമോ? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമോ? നിശ്ചയമായി ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു തീരുമാനം അതത്രേ. ഹല്ലേലൂയ. കാരണം ദൈവമക്കൾക്ക് എല്ലാ കാലത്തും നല്ല പ്രതിഫലത്തെ ദൈവം തരുന്നവനത്രേ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങളും ഹല്ലേലൂയ മത്തായി 24-ലൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്നത് ദൈവത്തിൻ്റെ ദാസന്മാർക്കെന്ന്, ദൈവത്തിൻ്റെ മക്കൾക്കെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്തിന് അധികം പറയുന്നു? ഹല്ലേലൂയ. മോശയുടെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ മോശ തൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനം നല്ല പ്രതിഫലം നോക്കിക്കൊണ്ടുള്ള, ഹല്ലേലൂയ, നല്ല പ്രതിഫലത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമായിരുന്നു. പ്രിയരെ, മിസ്രൈമിലെ നിന്നയെക്കാട്ടിലും, ഹല്ലേലൂയ, മിസ്രൈമിലെ വലിയ ധനത്തെക്കാട്ടിലും ക്രിസ്തുവിൻ്റെ നിന്ന വലുതെന്ന് മോശ എണ്ണി. ഹല്ലേലൂയ. മിസ്രൈമിലെ വലിയ പേരുണ്ട്, വലിയ സമ്പത്തുണ്ട്, ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന പേരുണ്ട്. അതിനേക്കാട്ടിലുപരി ക്രിസ്തുവിൻ്റെ നിന്നയാ തനിക്ക് വലുത്. തനിക്കേറെ പ്രതിഫലം അവിടെയാണ് കിട്ടുന്നത്. തൻ്റെ തീരുമാനം അതായിരുന്നു. ഇന്ന് രാവിലെയും തീരുമാനമെടുക്കാൻ പറ്റുമോ?
ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു, ഏറ്റവും നല്ലത് നാം തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഏറ്റവും നല്ലത് ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ദൈവം തന്നിട്ടുണ്ട്. കോരഹപുത്രന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. തൻ്റെ അപ്പനെ വിടേണ്ടി വന്നു, തൻ്റെ കുടുംബത്തെ വിടേണ്ടി വന്നു. തൻ്റെ തീരുമാനം യഹോവയുടെ ആലയത്തിൽ പാർക്കുക എന്നതത്രേ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് താനൊരു തീരുമാനമെടുത്തു. പ്രിയരെ, ഏറ്റവും നല്ലത് തീരുമാനമെടുക്കുവോ? യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് പോലും ഏറ്റവും നല്ലതത്രേ. കർത്താവിനോട് പറ്റിയിരിക്കുന്നത് ഏറ്റവും നല്ലതത്രേ. അതുകൊണ്ടാണ് 133 സങ്കീർത്തനത്തിൽ പറയും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ദൈവ ആലയത്തിൽ ദൈവദാസന്മാരോട്, ഹല്ലേലൂയ, ക്രിസ്തീയ സഹോദരന്മാരോട് ഒരുമിച്ച്, ദൈവമക്കളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി എവിടെ കൂടി വരുന്നു, ആ കൂട്ടായ്മയുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ, കർത്താവിനോട് കൂടെ ഇരിക്കാൻ, കർത്താവിനെ പിൻപറ്റാൻ, കർത്താവിൻ്റെ സാക്ഷിയായിരിക്കാൻ, കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? ആരെ അയക്കേണ്ടു എന്ന കർത്താവിൻ്റെ ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.